കർത്താവിനെ ആരാധിക്കാം. വലിയ അഭിഷേകം ചൊരിയപ്പെടുന്ന നിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാം. ഒരിക്കൽ കൂടി അധരം തുറന്ന് കർത്താവിനെ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വചനത്തിന് ജന്മം കൊടുത്ത ഞങ്ങളുടെ നല്ല അമ്മേ, വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച ഞങ്ങളുടെ നല്ല മാതാവേ, അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മേ, തലമുറകൾ തോറും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന ആ തിരുവചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മയോടൊപ്പം നമുക്ക് പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അമ്മയെ നമ്മുടെ സ്വന്തമായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മെ അമ്മയെ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്നെ പ്രകീർത്തിക്കും. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. അമ്മേ മാതാവേ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളും. എല്ലാ മക്കളും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എൻ്റെ സ്വന്തം അമ്മ നീ, എൻ്റെ സ്വന്തം അമ്മ നീ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയ്ക്ക് നല്ല സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ള ഒരു 5-6 പേരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ഷെയ്ക്കാൻ്റെ കൊടുത്തോട് പറഞ്ഞേ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. പറഞ്ഞേ, അവരുടെ കരം ചേർത്ത് പിടിച്ച് അവരോട് കലം കുലുക്കിക്കൊണ്ട് പറഞ്ഞേ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. പറ, നമുക്കിന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. പുറകോട്ടൊക്കെ കൊടുത്തേ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. പറഞ്ഞേ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. ആ ഒരു ആനന്ദം ഇവിടെ ഉണ്ടാകട്ടെ. ഈ ഹോളിൽ മുഴുവൻ കടന്നു വന്നിരിക്കുന്ന മക്കളിൽ മുഴുവൻ വലിയൊരു സന്തോഷം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞേ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. പറ, നമുക്കിന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഇത് പോരാ, ഈ ആനന്ദം പോരാ, ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. പറഞ്ഞേ, നമുക്കിന്ന് സന്തോഷിച്ച് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷമുള്ളവരൊരു 3 ഹല്ലേലൂയ ഉറക്കെ പറയട്ടെ. ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ഇരിക്കുമ്പം ദയവായി ഇങ്ങോട്ട് കയറിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കാമോ? ആളുകൾ വരുവാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. അതിന് വേണ്ടിയാണ് മാക്സിമം അറ്റത്തേക്ക്. ചാച്ചൻ മുന്നിരിക്കണം, ബൈബിളൊക്കെ വായിക്കണം കേട്ടോ. ഇനി വാ, ഇങ്ങോട്ട് കയറിയിരുന്നു. കണ്ടോ, നമ്മുടെ അച്ചായൻ്റെ തീക്ഷ്ണത നിങ്ങളിന്ന് കാണണം. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പം നല്ല ഒന്നാന്തര കർത്താവ് കൊടുത്ത ഒരു പ്രത്യേക ഗിഫ്റ്റാണ് സ്വരം. അതുപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ടോണം. അത് കാണുമ്പോൾ നമുക്കും വായിക്കാനായിട്ട് തോന്നും. നിങ്ങൾക്ക് വിഭജനം എടുക്കേണ്ടവർക്ക് അവിടെ ബൈബിളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ബോർഡിൽ കമ്പ്യൂട്ടറിൽ. അതുകൊണ്ടാണ് ഇന്നിവിടെ തന്നെ ക്ലാസ് വെക്കാനും കാരണം.
നിങ്ങൾക്ക് അത്യാവശ്യം ബൈബിൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് നോക്കി വായിക്കാനും ഒക്കെ ആയിട്ട് സൗകര്യത്തിനാണ് ഇന്നിവിടെ ക്ലാസ് വെച്ചത് തന്നെ. ഹല്ലേലൂയ. സന്തോഷമാണോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഈ സന്തോഷം പോരാ, എനിക്കിവിടെ നോക്കും നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണണം. ഹല്ലേലൂയ. അല്പം കൂടെ സന്തോഷം വരാനുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ വചനം ഒന്നിച്ച് നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നവംബർ മാസം, നാളെ ഡിസംബറിലേക്ക് നമ്മൾ തുടങ്ങുമ്പം കർത്താവിൻ്റെ ആഗമന കാലത്തിലേക്ക് അതിനൊരുക്കമായിട്ടുള്ള ഒരു ശുശ്രൂഷ കൂടിയാണിത്. കർത്താവിൻ്റെ ആഗമനത്തിനായി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ആ വചനങ്ങളിലൂടെയാണ് നമ്മളെപ്പോൾ ഒന്ന് യാത്ര ചെയ്യുക. നമുക്കൊന്നിച്ച് എല്ലാവരുടെ സ്വരം കർത്താവ് കേൾക്കണം, ഒന്നിച്ച് വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ഓരോരുത്തരുടെയും സ്വരം കർത്താവ് കേൾക്കണം. ഉച്ചത്തി വായിച്ചോ. ആ പ്രദേശത്തെ വയലുകളിൽ ഒന്നിച്ച് വായിച്ചോ. ആടുകളെ ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ഈ വചനം ഒന്നുകൂടെ വായിച്ചേ. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അത് ആവർത്തിച്ചൊന്ന് സ്വീകരിച്ചേ. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അത് സ്വീകരിച്ചേ. നമ്മുടെ ഗ്രൂപ്പിന് കർത്താവ് തരുന്ന വചനമാണ്. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. എൻ്റെ മേലെന്ന് പറഞ്ഞേ. കർത്താവിന്റെ മഹത്വം എൻ്റെ മേൽ പ്രകാശിച്ചു. കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ. കർത്താവിന്റെ മഹത്വം പ്രകാശിച്ചു. അടുത്തിട്ട് എന്താ സംഭവിക്കുന്നു നോക്കിയേ. 10-ാം തിരുവചനം. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതാണ് ഇന്നത്തെ ദിവസം കർത്താവ് തരുന്ന സന്ദേശം. വലിയൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുവാനായിട്ടാണ് കർത്താവ് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. വെറും സങ്കടം അറിയിക്കാനല്ല. എന്തിൻ്റെയാണ്? വലിയൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത. പറഞ്ഞേ, അടുത്തുള്ളവരോട് പറയാം, എന്താണ് കൊടുക്കേണ്ടതെന്ന്? വലിയ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ എന്താണ്? സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുവാനായിട്ടാണ് കർത്താവ് ഇന്നേ ദിവസം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് കൊടുക്കണം? അടുത്തുള്ളവരോട് ഷെയർ ചെയ്തേ. വലിയ സന്തോഷത്തിന്റെ എന്ത് വാർത്തയെ കൊടുക്കാൻ പോന്നേ? വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത കർത്താവ് നമ്മളെ. എന്താണ് ആ സദ്വാർത്ത എന്ന് നോക്കിക്കേ. 11-ാം തിരുവചനം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സന്തോഷ വാർത്തയാണ്. നമ്മൾ ഈ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ഒരു സന്തോഷ വാർത്ത ഇതാണ്. എന്താണ്? ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. ഇതായിരിക്കും അവന്റെ അടയാളം. എന്താണ്? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. 14-ാം തിരുവചനം ഉച്ചത്തി വായിച്ചേ. ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഒന്നിച്ച് കരമുയർത്തി ആ വചനം വിടുന്ന അഭിഷേകം നിറയട്ടെ. ലൂക്കാ 2:14 ഒന്നിച്ച് പറഞ്ഞേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും ആ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പല മക്കളും വലിയ കൊട്ടാരങ്ങളിലും വലിയൊരു സമ്പന്നതയിലുമൊക്കെ കഴിയുമ്പോൾ ഇന്ന് പല മക്കളുടെയും ഹൃദയത്തിലെ ഒരു നൊമ്പരം ഇതാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ഈ ആഗമന കാലത്തിൽ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ് ലൂക്കാ 2:14. അത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുദിനം സ്വീകരിക്കുന്ന ഒരു വലിയൊരു സന്ദേശമാണ്. അതേതാണ്? അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. എന്താണ്? ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഒന്നിച്ചാ സമാധാനം സ്വീകരിച്ചേ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ
സർവത്തിൻ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ആ വചനം വായിച്ചേ. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ എന്ത് കിട്ടിയവർക്കാണ്? എന്ത് കിട്ടിയവർക്കാണ് സമാധാനം? ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. എന്താണ് ഈ ദൈവകൃപ ലഭിച്ചവരുടെ പ്രത്യേകത? എന്തായിരിക്കും? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. എന്താണ് ദൈവകൃപ ലഭിച്ചവരുടെ പ്രത്യേകത? ദൈവകൃപ ലഭിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആനന്ദം കിട്ടും. വെരി ഗുഡ്. പിന്നെന്ത് കിട്ടും? ആനന്ദം വരണമെങ്കിൽ ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. ഓക്കെ, വെരി ഗുഡ്. അത് വചനത്തിലൂടെ നമ്മളൊന്ന് കാണുകയാണ്. ഈ ദൈവകൃപ ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കിട്ടിക്കഴിയുമ്പം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുകയാണ്. എന്താണ് ദൈവകൃപ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്? ദൂതൻ അടുത്തു വന്ന് പറഞ്ഞു, ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോട് കൂടെ. അതിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. ലൂക്ക 1:28. നിങ്ങൾ ബാക്കിയുള്ളവരും കൂടെ ചേർന്നൊന്ന് വായിക്കണേ. ഒന്നിച്ച് വായിച്ചു നോക്കാം. എന്താണ് ദൈവകൃപ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം? വായിച്ചേ. ദൂതൻ, നിർത്തി വായിച്ചേ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന വലിയൊരു സമ്മാനമാണ് കർത്താവ് തന്നെ. ഹല്ലേലൂയ. ദൈവകൃപ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അടുത്ത ഉത്തരം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് ഈ ദൈവകൃപയുടെ അർത്ഥം. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ലൂക്ക 1:30 തന്നെ അതിൻ്റെ വചനം പറയുന്നുണ്ട്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ എന്ത് കണ്ടെത്തണം? ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, 2 കരങ്ങളൊന്ന് ഉയർത്തിക്കുക. ഇപ്പം തന്നെ കർത്താവ് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് തരാൻ പോകുന്ന ഈ അഭിഷേകത്തിന് വേണ്ടി നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താവേ, സമൂഹത്തിലേക്ക് ദൈവകൃപ കൊടുക്കണമേ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് ദൈവകൃപ എന്ന് പറഞ്ഞാൽ? ദൈവകൃപ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കിട്ടുക എന്ന് പറഞ്ഞാൽ? കർത്താവിനെ തന്നെ. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 15-ാം തിരുവചനത്തിൽ. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം തിരുവചനം. ഈ കൃപ തിരിച്ചറിഞ്ഞിട്ടാണ് മോശ പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33:15, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. നോക്ക്, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം തിരുവചനം. കൃപ തിരിച്ചറിഞ്ഞ മോശ പറയുകയാണ്. വായിച്ചോ 15-ാം തിരുവചനം. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ, ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ, ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട ഈശോ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വ്യക്തിപരമായ ഒരു സന്ദേശം ഇതാണ്. മോശ ദൈവത്തോട് പറഞ്ഞ ആ വചനം നിങ്ങൾ ഇന്നിവിടെ നിന്ന് ചോദിച്ച് മേടിച്ചു കൊണ്ട് പോകണം. പുറപ്പാട് 33:15 പറഞ്ഞേ, വാശി പിടിച്ച് പറ. മോശ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ഉള്ളതുകൂടെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചേ. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. ഒന്ന് പറഞ്ഞേ, എന്തൊരു നല്ലൊരു വചനമാണ്. നമ്മളത് വാശി പിടിച്ചെന്ന് പറയാൻ പോവുക. കർത്താവിനോട് ഇന്നത്തെ ദിവസം നമ്മൾ ആഗമന കാലത്തിൽ ചോദിച്ച് മേടിക്കാൻ പോകുന്ന വലിയൊരു അഭിഷേകമാണ്. പുറപ്പാട് 33:15. വേണ്ടവർ പറ. മോശ പറഞ്ഞു, പറ. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന്. ഹല്ലേലൂയ. അപ്പം ഇന്ന് ഈ അഭിഷേകം കടന്ന് ഇവിടുന്ന് പോകുമ്പം ആരെ കൂടെ കൊണ്ടുപോകണം? കർത്താവിനെ കൂടെ കൊണ്ടുപോകണം. മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കല്ല. ഭൗതികമായ നേട്ടങ്ങളോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. മോശ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം വലിയൊരു സമ്മാനം നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അതങ്ങ് കാണാതെ പഠിച്ച് സ്വീകരിച്ചതേ. അങ്ങ് പറ. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ
എൻ്റെ ദൈവമേ, ഒന്നിച്ച് പറ, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ കർത്താവേ. ഇതിൽ കൂടുതൽ സമ്മാനം വല്ലതും വേണോ? ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് തരുന്ന വലിയൊരു സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിനെ തന്നെ ദൈവകൃപയതാണ്. കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയാ. കരമടിച്ചതൊന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയാ. അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ കർത്താവേ, ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ എന്ന് പറയാനും മാത്രം ആഴപ്പെട്ട ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയമക്കളെ, ഈ കർത്താവ് ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴും, ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴും, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോഴും കർത്താവിന് തരാനുള്ളത് മറ്റൊന്നുമല്ല, ഈ സമാധാനം മാത്രമാണ്. ഹല്ലേലൂയാ. ഇവിടെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഈശോ പറയുകയാണ്, എനിക്ക് തരാനുള്ള സന്ദേശം ഇതാണ്. ജനിച്ചപ്പോൾ ഞാൻ തന്നതാണ്, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഇവിടെ നിന്ന് പോകുമ്പോഴും കർത്താവ് പറഞ്ഞത് ഇതാണ്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ഇവിടെ നിന്ന് പോകും. നമുക്ക് 1-2 വചനങ്ങൾ നമുക്ക് കാണാം. അതിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ അത് കാണുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുന്ന ചില രംഗങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കാണുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവർ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു. കണ്ടോണേ, ഒന്നുകൂടെ വായിച്ചേ. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ, എപ്പോഴാണ്? അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു. ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോഴും, ഈശോ ഈ ഭൂമിയിൽ പിറന്നപ്പോഴും, ഇവിടെ നിന്ന് ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോഴും കർത്താവിന് തരാൻ മറ്റൊന്നുമില്ല, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൂക്കാ നമ്മൾ ഈ വചനം കേട്ടത്, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും എന്താണ് സ്വർഗ്ഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു. 1-2 വചനം കൂടെ നമുക്ക് കാണാം. കർത്താവിൻ്റെ സമാധാനം നമുക്ക് ഒന്നുകൂടെ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. 1-2 അനുഗ്രഹ വചനങ്ങൾ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. നിർത്തി വായിച്ചേ, എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? കർത്താവ് തരുന്ന സമ്മാനം എന്താണ്? ഞാൻ നിങ്ങൾക്ക് സമാധാനം. എന്താ തരുന്നേ? സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള സമാധാനം കർത്താവ് വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഈ ലോകം തരുന്നത് പോലെ അല്ല എൻ്റെ സമാധാനം. അടുത്ത വചനം നമ്മളൊന്ന് സ്വീകരിച്ചേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, പ്രിയമക്കളെ, ഇന്ന് അസ്വസ്ഥമായിട്ട് ഏതെങ്കിലും മക്കൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ രോഗത്താൽ തകർന്ന് കടന്നു വന്ന മക്കളുണ്ടെങ്കിൽ, സാമ്പത്തികമായി തകർന്ന് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദനയിൽ കടന്നു വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ, വെന്റിലേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഇവിടെയുണ്ട്. രോഗപ്രതിസന്ധിയിൽ തകർന്ന് മനസ്സായിരിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. എല്ലാവരോടും കർത്താവിന് പറയാനുള്ള ഏക വചനം ഇതാണ്, ഭയപ്പെടേണ്ട മക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹല്ലേലൂയാ. ആ വചനം നമ്മളൊന്ന് സ്വീകരിക്കണം. ഇന്നേ ദിവസം കർത്താവ് നമ്മളോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിന് തരാനുള്ളത്. ഈ ലോകം തരുന്നതല്ല എൻ്റെ സമാധാനം. എന്നേക്കും നിലനിൽക്കുന്ന ഒരു സമാധാനമായിട്ടാണ് ഈശോ ഇന്നേ ദിവസം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ. ആ വചനം ഒന്ന് സ്വീകരിക്കാമോ? കരം ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. അത് സ്വീകരിക്കണേ. ആ വചനം സ്വീകരിക്കുക. ഇപ്പം തന്നെ ഒന്ന് സ്വീകരിച്ചേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഏതാണ്? ലോകം തരുന്നത് പോലെ അല്ല ഈ വചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തനം 115-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. സങ്കീർത്തനം 115-ന്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നു,
കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. സങ്കീർത്തനം 115:12. ഈ വചനമെല്ലാം നമ്മളിന്ന് സ്വീകരിക്കണം. ഓരോ വചനം പറയുമ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അത് സ്വീകരിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയം ഒരുക്കണം. സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ചേർന്ന് പറയാമോ ആ വചനം ഒന്ന് പറഞ്ഞേ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ, അടുത്തുള്ളവരുടെ കരം ചേർത്ത് പിടിച്ച് ഉയർത്തിയിട്ടെന്ന് പറഞ്ഞേ. അടുത്തുള്ളവരുടെ കരം കോർത്ത് പിടിച്ചിട്ട് ഒന്നിച്ച് നമുക്ക് പറയാം, ഈ വചനം ഇവിടെ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞേ, കർത്താവിന്. സന്തോഷം. അടുത്തുള്ളവർക്ക് ആ സന്തോഷം കൊടുത്തേ. 2 കൈയുള്ളവർ 2 സ്ഥലത്തേക്കൊക്കെ കൊടുത്തിട്ട് പറ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പറ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ. അടുത്തുള്ളവരോട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. പറഞ്ഞേ. അവിടുന്ന് നിന്നെ കിട്ടുവോ? വചനം കൊടുത്താൽ കിട്ടും പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ വചനം? ഒന്നുകൂടെ പറ. കർത്താവിന്. അടുത്തുള്ളവരോട് പറയുമ്പോൾ എന്നാ പറയണം? കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നിന്നെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ. അല്പം കൂടെ സന്തോഷത്തോടെ ഹല്ലേലൂയ. എന്താണ് ആ വചനം? കാണാതെ പറ. കർത്താവിന് നിന്നെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരിക്കുമ്പോഴാണ് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റുക. സങ്കീർത്തനം 116:12. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തനം 116:12. കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുവെന്ന് ഒരു ദൈവ പൈതൽ കരുതാനായിട്ട് മനസ്സിൽ തീരുമാനമെടുക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട വചനമാണ് സങ്കീർത്തനം 116:12. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പാടിപ്പുകഴ്ത്തും. ഹല്ലേലൂയ. കരമടിച്ചതെന്ന് സ്വീകരിച്ച വചനം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം? പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ തീരാത്ത വിധം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ. ഹല്ലേലൂയ. എന്താണ് നമ്മൾ മുമ്പേ പാടിയത്? ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആണോ? ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദം ഉണ്ടാകട്ടെ. കരവടിച്ച്. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ. വിഷയത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഈ വചനം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താനും കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് കണ്ടു കാണും അല്ലേ? ശുശ്രൂഷകരായ നിങ്ങളൊക്കെ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടിരുന്നു. എന്താണ്? സിസ്റ്റർ സംഗീതയുടെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ജീവിതാനുഭവം കൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ദിവസം ആഗ്രഹിക്കുകയാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് ഇത്രേ സമീപസ്ഥരായ ഇത്രേ ശ്രേഷ്ഠ ജനത ആരാണുള്ളത് അല്ലേ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് ഇത്രയ്ക്ക് സമീപസ്ഥരായ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചൊരിഞ്ഞ ഒരനുഗ്രഹം കൂടെ പങ്കുവയ്ക്കുകയാണ്. മാസങ്ങളായിട്ട് എൻ്റെ നേരെ മൂത്ത സഹോദരൻ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി.
കയ്യിൽ മുഴയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഭാഗത്ത് മുഴയായതിനാൽ 2-3 ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കൈ മുറിച്ച് കളയേണ്ട ഒരു കേസാണ്, ഇത് ക്യാൻസർ രോഗമായതിനാൽ കൈ മുറിച്ച് കളയണം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വളരെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ കയറി അവിടെയും ഡോക്ടർ പറഞ്ഞു കൈ മുറിക്കാതെ രക്ഷയില്ല. ഇറ്റ്സ് ഒരു റെയർ കേസാണ്. കോൺട്രോസാർക്കോമ എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം രോഗം, ഒരു 1000-ൽ ഒരാൾക്ക് വരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ഇത് ഇതിന് കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല, മറ്റൊന്നും ചെയ്യാനില്ല. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, കൈ മുറിച്ച് കളഞ്ഞത് ഓപ്പറേഷൻ, അത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ സഹോദരനെ അഡ്മിറ്റാക്കി. കൈ മുറിച്ച് കളയാൻ തന്നെ നമുക്ക് ഓപ്പറേഷന് മുന്നേ കൺസെൻറ്റ് കൊടുക്കണം. കൺസെൻറ്റ് കൊടുത്തത് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ നാത്തൂന് ഒപ്പിട്ട് കൊടുത്തു. കൈ മുറിച്ച് കളഞ്ഞുള്ള ഓപ്പറേഷന് വേണ്ടി എൻ്റെ സഹോദരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ, ശുശ്രൂഷയിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. വിശ്വസിക്കുന്നവരുടെ പറ ഹല്ലേലൂയ. കർത്താവിന് നീ 1-ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? അതിന് തെളിവാണ് ഈ നിൽക്കുന്ന ഞാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തിന് 25-26 തീയതികളിലാണ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സഹോദരനെ അഡ്മിറ്റ് ആക്കുന്നത്. 25-ാം തീയതി അഡ്മിറ്റ് ആകും, 26 ആ സമയത്താണ് അട്ടപ്പാടിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ടെസ്ലിൻ സിസ്റ്റർ ഡീക്കന്മാരുടെ ധ്യാനത്തിന് സഹായിക്കാൻ പോകുന്നു. അതിനു മുമ്പ് സിസ്റ്റർ എന്നോട് പറഞ്ഞു നമുക്ക് കൺവെൻഷനുള്ള ഡേറ്റ് എടുക്കണം. നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു കൺവെൻഷന് വട്ടായിലച്ഛനെ കണ്ട് ഡേറ്റ് എടുക്കണം, അതുകൊണ്ട് സഹോദരിയും കൂടെ എൻ്റെ കൂടെ വരണം. ഞങ്ങളങ്ങനെ ഇവിടെ ആ എടുത്ത ഡേറ്റിൽ തന്നെയാണ് എൻ്റെ സഹോദരൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് എനിക്കൊരു അല്പം ഒരു സങ്കോചം ഉണ്ടായി. കാരണം ഇത്രമാത്രം വലിയൊരു മേജർ സർജറി നടക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കും, കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുമെന്നറിയാം. പക്ഷേ സിസ്റ്ററിനോട് ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, സംഗീത വിഷമിക്കേണ്ട, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ഞാൻ അതിലങ്ങ് വിശ്വസിച്ചു. കാരണം നമ്മൾ പോയാൽ അവിടെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. ധ്യാനം പ്രസംഗിച്ചിട്ട് കുടുംബാംഗങ്ങളോട് ഇത്രയും മനുഷ്യത്വമില്ലാത്ത ഒരു സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. കരമടിച്ചെന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കൊടുത്തേ. മനുഷ്യത്വമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട്. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ 1-ാം സ്ഥാനം കൊടുത്തെങ്കിൽ, ഞാൻ ഈശോയോട് പറഞ്ഞു, പോകുന്നതിന് മുമ്പ് പറഞ്ഞു, കർത്താവേ നിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നീ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. 25-ാം തീയതി മേജർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അട്ടപ്പാടി കർത്താവേൻ്റെ ആ കുരിശിൻ്റെ മലയിലിരുന്ന് പ്രാർത്ഥിക്കുക, ദിവ്യകാനീസൻ്റെ സന്നിധിയിലിരുന്ന് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് തന്നെ വളരെ വിവിധ അച്ഛന്മാർ മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്ന എൻ്റെ സഹോദരന് വേണ്ടി വട്ടാലച്ഛനും സാംസനച്ഛനും വിനോയച്ഛനും അങ്ങനെ എല്ലാ അച്ഛന്മാരും ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2 മണിയോട് രാവിലെ കയറ്റിയതാണ്. 2 മണിക്ക് അച്ഛൻ്റെ കുർബാനയുണ്ട്. ഞാൻ അറിഞ്ഞു. വനപ്പെട്ട സേവർഖാൻ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോകും. അതിനുശേഷം അച്ഛനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിനി എന്നെ ഫോൺ വിളിക്കേണ്ട, ഞാൻ ഫോൺ എടുക്കത്തില്ല, കാരണം ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് കയറാൻ പോവുകയാണെന്നും പറഞ്ഞ് ഈ ഒരു മെസ്സേജ് കൊടുത്തിട്ട് പോകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഫോൺ വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു മറുപടി. എൻ്റെ ചേച്ചിയുടെ മകൾ സിസ്റ്ററുണ്ട്, അവൾ പറഞ്ഞു, അയ്യോ ഡോക്ടർ വന്നിട്ട് പോയി. ആ സമയത്ത് തന്നെ അത്ഭുതം നടന്നിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. കൈ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരനെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ കയറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ 2 മണിക്ക് മുന്നേ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വാർത്തയാണ്, കൈ മുറിച്ച് കളയാതെ അത്ഭുതകരമായിട്ട് സാക്ഷ്യം വഴിയെടുത്ത് മാറ്റുവാൻ കർത്താവ് കൃപ നൽകി. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, കർത്താവിനെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം. മോശ കർത്താവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മൾ ആദ്യം കേട്ട വചനം, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. ഈ ഒരു തീരുമാനം എടുക്കണം. ഈശോയെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറായാൽ, കുടുംബത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്ക് കർത്താവ് വ്യക്തിപരമായിട്ടല്ല ഓരോ മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ.
എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരു ആനന്ദം കർത്താവിന് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളുയർത്തി താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവ് നൽകിയ ഈ ഒരു അഭിഷേകത്തിന് നമുക്ക് നന്ദി പറയാം. താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്താൻ പോവുക. രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിനെ ഞാൻ പാടിപ്പുകഴും. കരങ്ങൾ ഉയർച്ച് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് വലത് കൈ ഉയർത്തി പറഞ്ഞേ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും. പറ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ ദൈവത്തെ ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നുണ്ട്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരി ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, പ്രിയപ്പെട്ടവരെ കന്നുകാലികൾ ഇല്ലാതായാലും, എൻ്റെ ദൈവമായ കർത്താവിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിന് ഞാൻ സ്തോത്രം പറയും. ഹല്ലേലൂയ. ആടുകൾ അറ്റുപോയാലും, കുടുംബത്തിൽ തകർച്ചകളുണ്ടായാലും, രോഗങ്ങളുണ്ടായാലും, ക്ലേശങ്ങളുണ്ടായാലും, എല്ലാ പരാജയങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും, ഘട്ടബാധ്യതകളിലൂടെ കടന്നുപോയാലും പറയാൻ പറ്റണം, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പറ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ, പറ ഉച്ചത്തി പറഞ്ഞേ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി അങ്ങ് സ്തുതിച്ച് ഈ ഒരു അഭിഷേകം ഇവിടെ നിറയട്ടെ. ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് കർത്താവ് നിരാശയുടെ ആത്മാവ് എടുത്തു മാറ്റട്ടെ, ദുഃഖത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ, തകർച്ചയുടെ ആത്മാവിനെ എടുത്തു മാറ്റട്ടെ. പോരാ പോരാ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരി ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞ ഹബക്കൂക്ക് പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹബക്കൂക്ക് പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഓരോ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് ദുഃഖത്തിന്റെ ആത്മാവിനെ എടുത്തു മാറ്റട്ടെ, നിരാശയുടെ ആത്മാവിനെ എടുത്തു മാറ്റട്ടെ, തളർന്ന മനസ്സിലേക്ക് പ്രത്യാശ നൽകട്ടെ. നന്നായിട്ട് എല്ലാം മറന്ന് ഇരുവശത്തെ കാലുകൾ മാറ്റി ആനന്ദത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് എൻ്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് എൻ്റെ മാറോടണച്ചിടുമേ. സൗരവതിൽ അന്ന് കർത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ, ആ സമൂഹമതിൽ അന്ന് കർത്തനുമായി അത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാർസലത്തിൽ സൃഷ്ടിക്കത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ.
നൽകിയവൻ, എൻ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ്റെ ഉള്ളത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ആനന്ദമേ പരമാനന്ദമേ എൻ്റെ ഹൃദയത്തിലേക്ക് നീ നിറയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുതേ. മോശ പറഞ്ഞു, ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത്. കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് യേശു മാത്രം മതി എനിക്ക്, ഈശോ മാത്രം മതി എന്നൊരു തീരുമാനം എടുക്കട്ടെ. ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ നേടിയാലും എൻ്റെ കർത്താവിനെ നേടുവാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മാത്രം മതി. മാത്രം മതി. ഈശോയെ കൂടെ കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. യേശു മാത്രം മതി. ഈ ഭവനം വിട്ടു പോകുമ്പോ ഈശോയെ കൂടെ കൊണ്ടുപോകാൻ കൃപ ചോദിക്കട്ടെ. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. ഈശോ മാത്രം മതി. യേശു മാത്രം മതി. ഈശോ മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. സാവധാന കസേരയിൽ ഇരുന്നു കൊണ്ട് ഈശോ മാത്രം മതി എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ.
സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പറ? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുവന്നത് കർത്താവിൻ്റെ സമാധാനത്തെക്കുറിച്ചായി. ഒരു വചനം കൂടെ നമുക്കൊന്ന് കാണാം. എഫെസസ് ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവ് നമ്മൾക്ക് സമാധാനം തന്നിട്ട് പോയി എന്നുള്ള വചനമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു വചനം കൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. എഫെസസ് ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. നമുക്കൊന്നിച്ചൊന്ന് വായിക്കാമോ? എല്ലാവരും ചേർന്നൊന്ന് വായിക്കാമോ? കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അടുത്ത വചനം, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തീർക്കും. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് വായിച്ചേ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അടുത്ത വചനം, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ. ഹല്ലേലൂയ. ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കും പ്രിയപ്പെട്ടവരെ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മക്കളെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥകൾ, ഭാരങ്ങൾ, പ്രത്യേകിച്ച് അയൽപക്കത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സംഭവിക്കും. കർത്താവിൻ്റെ വചനം അവിടെ നിറവേറുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ 1-2 വ്യക്തികളെ കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. കർത്താവിൻ്റെ സമാധാനം അനുഭവിച്ച ചില വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. നമ്മളിന്ന് കണ്ടുവരുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് നിറയുന്ന അവസ്ഥയാണ്. നമുക്ക് ആദ്യമേ തന്നെ കാണാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 6-ാം തിരുവചനം. കാരാഗൃഹത്തിലും സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ, ഒരു കച്ചിത്തുരുമ്പ് പോലും പിടിക്കാനില്ലാതെ നമ്മൾ തളരുമ്പോൾ, പ്രിയമക്കളെ, നമ്മുടെ മുമ്പിൽ ജീവിത സാക്ഷ്യവുമായി ചില വ്യക്തികൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു വരികയാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കാണുക. 12:6 നമുക്കൊന്നിച്ച് വായിച്ചു നോക്കാം. വായിച്ചോ? ഇങ്ങനെ വായിച്ചാൽ പോരാ, വചനത്തിൻ്റെ ജീവൻ പോയി. ഉച്ചത്തിൽ വായിച്ചേ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുപോകുവാൻ ഹെറോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ, ഇവിടെ ശ്രദ്ധിച്ചേ, വചനം ശ്രദ്ധിച്ച് വായിക്കണം. പരസ്യ വിചാരണയ്ക്ക് എപ്പോഴാണ്? ഇവിടെ പിറ്റേ ദിവസം എന്ത് സംഭവിക്കാം? ഒരു പക്ഷേ വധശിക്ഷയാകാം, കാരാഗ്രഹം വീണ്ടും ആകാം, അല്ലെങ്കിൽ പീഡനങ്ങളാകാം. ഇങ്ങനത്തെ അവസ്ഥയിലാണ് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ സമാധാനം കർത്താവ് തരുമെന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾ തലേ രാത്രി പത്രോസ് എന്ത് ചെയ്യുന്നു? ഇരുചങ്ങലകളാൽ ബന്ധിതനായി എന്താണ് സംഭവിക്കുന്നത്? 2 പടയാളികളുടെ മധ്യേ ഒരു വാക്കുകൂടെ ഉണ്ട്, ഉറങ്ങുന്നുള്ളൂ. സുഖമായിട്ടവൻ ഉറങ്ങി. ഇതെങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പിറ്റേ ദിവസം കാരാഗൃഹത്തിൽ കിടക്കുന്ന ഈ അതായത് പിറ്റേ ദിവസം പരസ്യ വിചാരണയ്ക്ക് ചെല്ലുമ്പോൾ വധശിക്ഷ പോലും വിധിക്കാൻ പറ്റുന്ന ഈ അവസ്ഥയിൽ പത്രോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. ഇരുചങ്ങലകളാൽ ബന്ധിതനായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ പോലും തുറക്കപ്പെടുകയാണ്. വായിച്ചു നോക്കാം. പെട്ടെന്ന് 7-ാം തിരുവചനം വായിച്ചേ. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന്, ഹല്ലേലൂയ, അവൻ്റെ കൈകളിൽ നിന്ന് എന്തുപോയി? ചങ്ങല പോലും പൊട്ടിച്ചെറിയാൻ തക്കവഴ ആഴപ്പെട്ട വിശ്വാസം. ഇതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ കാരാഗ്രഹ അനുഭവങ്ങൾ. എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ഒരു കച്ചിത്തുരുമ്പ് പോലും പിടിക്കാൻ നമ്മുടെ ജീവിതത്തിലില്ലാതെ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ കർത്താവ് അഴിച്ചു മാറ്റും. അവൻ്റെ കുടുംബത്തിൻ്റെ ചങ്ങലകൾ കർത്താവ് അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്നവരുടെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോൾ, ഒരിക്കൽ ഞങ്ങളുടെ ഒരു സിസ്റ്ററിന് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് അമ്മയ്ക്ക് ലെറ്റർ എഴുതി, അമ്മ പ്രാർത്ഥിക്കണം, എനിക്കിഷ്ടമില്ലാത്ത ഒരു മദറിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുക, അമ്മ പ്രാർത്ഥിക്കണം, ഞാൻ പോകുന്നില്ല അമ്മ എന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത്. അമ്മേ,
എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, ആ കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രായമുള്ള ഒരമ്മയ്ക്ക് ഒരു സിസ്റ്റർ എഴുതുകയാണ്. തിരിച്ച് അമ്മ റിപ്ലൈ കൊടുത്തു, കുഞ്ഞേ, ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ നയിക്കില്ല. ഹല്ലേലൂയ. ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ നയിക്കില്ല കുഞ്ഞേ. നിന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നതെല്ലാം നിന്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കാരാഗര അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. നിരാശയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ദൈവമക്കളാകാം. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ സമാധാനമാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, സകല മനുഷ്യർക്കും വേണ്ടി നമ്മൾ ആദ്യം കേട്ട വചനം, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾക്കായി ലോകരക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു. അവനെ കൂട്ടിക്കൊണ്ടു പോകണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇന്ന് പിറക്കണം. അതിനു വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയാണിത്. വീണ്ടും നമ്മൾ 1-2 വ്യക്തികളെ കൂടെ കാണുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം. ദാനിയേൽ 14:38. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചില്ല. ദാനിയേൽ 14:38. ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചില്ല. നമുക്കൊന്ന് ഒന്നിച്ച് വായിച്ചു നോക്കാം വചനം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം തിരുവചനം വായിച്ചേ. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ദാനിയേൽ പ്രവാചകൻ എവിടെ കിടന്ന് പറയുന്ന വചനമാണ്? നല്ല പട്ടുമത്തയിൽ ചാരി കിടന്നുകൊണ്ട് സന്തോഷത്തോടെ പറയുകയാണ്. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. ആണോ? എവിടെ കിടന്ന? പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. പൊട്ടക്കിണർ അനുഭവങ്ങളിലൂടെ കടന്നു. പൂർവ്വ ജോസഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അതെന്താക്കി മാറ്റി? പൊട്ടക്കിണറ്റിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് രാജകൊട്ടാരം വരെ ദൈവം ഉയർത്തിയ പൂർവ്വ ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിറ്റതോർത്ത് വിഷാദിക്കേണ്ട. കാരണം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് എന്താക്കി മാറ്റി? എവിടെ നിന്ന് പറയുന്ന വചനമാണ്? കാരാഗൃഹത്തിൽ നിന്ന് എവിടേക്ക് ഉയർത്തപ്പെട്ടു? പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരം വരെ കർത്താവ് എടുത്തുയർത്തിയ പൂർവ്വ യോസേപ്പിൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഉൽപ്പത്തി 50-20. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊട്ടക്കിണർ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. കാരാഗൃഹ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. സിംഹക്കുഴിയുടെ ആഴങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. പക്ഷേ എന്നെ സംരക്ഷിക്കുന്ന ദൈവം, ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ നയിക്കില്ല. ഹല്ലേലൂയ. ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ നിങ്ങൾ? ദൈവകൃപയ്ക്ക് പറഞ്ഞേ, ആ വചനം ഒന്ന് പറഞ്ഞേ. ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കില്ല. അടുത്തുള്ളവരോട് അതൊന്നൊക്കെ പറഞ്ഞേ, അവരോട് മനസ്സിലതൊന്ന് പതിയട്ടെ. ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മോശയെക്കുറിച്ചാണ് പറയുക. മോശ, പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കർത്താവ് മോശ പറയുന്ന വചനം എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എപ്പോൾ പറയുന്ന വചനമാണ്? എപ്പോഴാണ് ഈ വചനം പറയുക? ഏതനുഭവങ്ങളിലൂടെയാണ് കടന്നു പോവുക? എപ്പോഴാ? അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാം. അതായത് മോശ ഇസ്രായേൽ ജനത്തെയും കൂട്ടി ചെങ്കടലിലൂടെ കടന്നു പോകുമ്പം, പ്രിയപ്പെട്ടവരെ, ഈ മോശയ്ക്കെതിരായിട്ട് ജനം പിറുപിറുക്കുകയാണ്. അകപ്പാടെ അസ്വസ്ഥതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ മോശ ദൈവജനത്തോട് പറയുന്ന ഒരു മനോഹരമായ വീഡിയോ മാറിപ്പോയി, അടുത്ത പറയാം. അതായത് ഈ മോശ ഇസ്രായേൽ ജനത്തെയും കൂട്ടി പോകുന്നൊരു രംഗമാണ്. നോക്കിക്കോണേ.
ദൈവം ഞാനിപ്പോൾ ഒന്നുമല്ല, ഞാൻ നിന്റെ കൂടെ വരും. മോശ മുമ്പേ പറഞ്ഞ എന്തായിരുന്നു? മോശ ദൈവത്തോട് പറഞ്ഞ എന്താണ്? നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ കർത്താവിനെയും കൂട്ടി ഈ മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോകുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, ഒരു അധികാരിക്ക് ലഭിക്കാവുന്നതിനെക്കാട്ടിൽ ഒരു നിന്ന അനുഭവങ്ങളിലൂടെ തൻ്റെ കൂടെയുള്ളവർ പോലും തനിക്കെതിരായിട്ട് നിന്നുകൊണ്ട്, മോശേ നീ എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? ഈജിപ്തിൽ എന്നെ ശവപ്പറമ്പില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ മുക്കിക്കൊല്ലാൻ കൊണ്ടുവന്നത്, ഈ ചെങ്കടലിൽ മുക്കിക്കൊല്ലാൻ കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് മോശയ്ക്കെതിരായിട്ട് സകല മനുഷ്യരും പിറുവിറുക്കുമ്പോൾ ഈ മോശ അസ്വസ്ഥനായില്ല. പ്രിയപ്പെട്ടവരെ, തൻ്റെ ചെങ്കടൽ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ അദ്ദേഹം തളർന്നിരുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്ന മനോഹരമായ വചനമാണ് പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നവരാകാം. പ്രിയപ്പെട്ടവരെ, മരുഭൂമി അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാകാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വചനം ഇപ്പോൾ തന്നെ എഴുതട്ടെ. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ അതൊന്ന് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പറ, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ മോശ നോക്കണേ, ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് കാണാം. മുന്നോട്ട് പോകുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ഇവിടെ ഇത് മോശയുടെ അനുഭവമല്ല, നമ്മുടെ ജീവിതാനുഭവമാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് വിളിക്കാവുന്ന നാമമുണ്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വിളിക്കാവുന്ന നാമമുണ്ട്. കർത്താവേ എന്ന് മോശ ഉറക്കം വിളിക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെങ്കടൽ അനുഭവങ്ങൾ, പ്രിയപ്പെട്ടവരെ, തങ്ങൾക്കെതിരെ ഇതാണ് തിരിച്ചറിയേണ്ടത്. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കുക. തങ്ങളെ ആക്രമിക്കാനായി കടന്നു വന്ന ഫറവോയും സൈന്യവും എവിടെയാണ്? ചെങ്കടലിൽ മുങ്ങി താഴുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച മോശയും കൂട്ടരും സന്തോഷത്തോടെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. കരങ്ങളടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞ്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുവന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ കാരാഗ്രഹാനുഭവങ്ങളിലും ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ എത്തിക്കില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ സിംഹക്കുഴി അനുഭവങ്ങളിലും ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവങ്ങളിൽ, മരുഭൂമി അനുഭവങ്ങളിലും തിരിച്ചറിയുക, ദൈവകൃപയ്ക്ക് സംരക്ഷിക്കാനാവാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ നയിക്കില്ല. ഒറ്റ പ്രത്യാശയുള്ളൂ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മൾ ശാന്തതയോടെ മുന്നേറിയാൽ കർത്താവ് നമ്മുടെ കരം പിടിക്കും. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതായത് അബ്രാഹത്തിൻ്റെ ജീവിതവും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എത്ര വർഷം കാത്തിരുന്നു അബ്രാഹം കുഞ്ഞിന് വേണ്ടി?
100 വയസ്സ്. എത്ര വർഷം കാത്തിരുന്ന വാഗ്ദാനം? 75-ാമത്തെ വയസ്സിൽ ദൈവമായ കർത്താവ് വാഗ്ദാനം 25 വർഷക്കാലം ഈ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ സന്തോഷത്തോടെ പോകുമ്പോഴാണ് ദൈവം പറയാണ്, ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി ഇവനെ ബലിയർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഏതൊരപ്പൻ്റെ ഹൃദയം തകർക്കുന്ന ഒരു രംഗമാണ്. ഞാനത് മുമ്പ് കാണിച്ച വീഡിയോ അതാണ്, ഞാനത് കാണിക്കാം. അതായത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയും. പ്രിയപ്പെട്ടവരെ, അതായത് ഈ അബ്രാഹാം ഈ കുഞ്ഞിനെയും കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അവിടെ പോകുമ്പോൾ അവിടെ പറയുന്ന ഒരു മനോഹരമായ ഒരു വചനമുണ്ട്. അതുകൂടെ നമ്മളൊന്ന് ധ്യാനിക്കണം. ഈ ദാസന്മാർ അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എവിടേക്ക് പോവുകയാണ്? അവിടെ ചെന്നിട്ട് ദാസന്മാരെ നിർത്തിയിട്ട് അബ്രാഹാം പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിന് ആരാധന സമർപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. തൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന രംഗം ഈ അപ്പൻ കാണുന്നത് എന്തായിട്ടാണ്? എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മുഴുവൻ എന്താക്കി കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാം തകർന്നു എന്ന് വിചാരിച്ചപ്പോൾ തൻ്റെ തന്നെ ഹൃദയം മുറിച്ചു വിളമ്പാൻ പോകുന്ന സമയത്ത് പറയാണ്, ദാസന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് വരട്ടെ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ മോറിയ മല കയറുന്ന സമയത്ത്, ഒരപ്പൻ തകർന്നു നിൽക്കുന്ന സമയത്ത് ഈ കൊച്ച് ഒരു ചോദ്യം കൂടെ ഈ അപ്പനോട് ചോദിക്കുന്നുണ്ട്. എന്താ? കുഞ്ഞെ, എന്താണ് അപ്പാ? തീയും വിറകും നമ്മുടെ അടുത്തുണ്ടല്ലോ ബലിക്കുള്ള. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ തളരാം. പക്ഷേ ഈ അപ്പൻ തളർന്നില്ല. ബലിക്കുള്ള കുഞ്ഞാടെവിടെ? തീയും വിറകുണ്ടല്ലോ അപ്പ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ ഹൃദയത്തിൻ്റെ വിശ്വാസ നിറവിൽ നിന്ന് പറയുക, ദൈവം തരും മോനെ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ, ഇവിടെ വിശ്വാസം പോലും പതറാവുന്ന സമയത്ത് ദൈവം തരുമെന്ന് വിശ്വസിക്കാൻ തീരുമാനമെടുക്കുന്നവൻ്റെ മുമ്പിൽ ചെങ്കടൽ പോലും കർത്താവ് പിളർക്കും. ഹല്ലേലൂയ. സിംഹക്കുഴിയിൽ പോലും കർത്താവ് നിനക്ക് അപ്പമായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമുക്കൊന്ന് വേണേ ആ വീഡിയോ കാണാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം തകർന്ന അവസ്ഥയിൽ ഈ കുഞ്ഞിനെയും കൂട്ടി മോറിയ മല കയറുന്ന രംഗം ഹൃദയസ്പർശകമായ ഒരു രംഗമാണ്. നോക്കണേ, ഇത് ഒരപ്പൻ്റെ ഹൃദയം ഉറങ്ങുന്ന വേദന. ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്നത് അബ്രാഹത്തെ അല്ല, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം എന്നെ നിങ്ങളെ സ്നേഹിച്ച ഒരു ദൈവത്തെ കൂടി ഇവിടെ കാണണം. ഹല്ലേലൂയ. അബ്രാഹത്തിൻ്റെ സങ്കടം കാണാനല്ല ഞാനിത് പറയുന്നത്. തൻ്റെ ഏകജാതനെ വിട്ടു തരുമ്പോൾ അത്രമാത്രം ഹൃദയം നുറുങ്ങി നമുക്ക് വേണ്ടി തന്ന ഒരപ്പൻ്റെ സ്നേഹമാണ് ഇവിടെ കാണുക. ഈ കുഞ്ഞ് ഇസഹാക്ക് എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത് ഗാഗുൽത്ത മല കയറിയ ഈശോയുടെ പ്രതീകമായിട്ട് കാണണം. മോറിയ മല കയറുന്ന ഇസഹാക്കിനെ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് ആരെയാണ്? ഗാഗുൽത്ത മല കയറിയ ഈശോയെ ധ്യാനിക്കണം. അതിലൂടെ വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ. നോക്കണേ, മൂന്ന് ദിവസങ്ങൾ മോറിയ മല കയറുമ്പോൾ എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മൾ കാണുക. ദൈവം തരും, ദൈവം തരും. സാറായോട് പോലും പറയാതെ, തൻ്റെ ഹൃദയവേദന പങ്കുവയ്ക്കാൻ പോലും സാധിക്കാതെ ഈ കുഞ്ഞിനെ കൂട്ടി പോവുകയാണ്. നോക്കണേ, വിറക് കെട്ടുമായിട്ട് ഇസഹാക്ക് പോകുമ്പോൾ കണ്ടേ പ്രിയപ്പെട്ടവരെ, കുരിശുമെടുത്ത് ഗാഗുൽത്ത മല കയറിയ തമ്പുരാനെ ഒന്ന് മനസ്സിൽ കണ്ടേ. മോറിയ മല, ഗാഗുൽത്തായിലൂടെ കുരിശുമെടുത്ത് നടന്നുപോയ തമ്പുരാന്റെ സ്നേഹം മലമുകളിൽ വരുമ്പോൾ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, എൻ്റെ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ ഞാൻ പോവുകയാണ്. തൻ്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കുന്ന ഒരപ്പൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന് ആരാധന. My son and I will
go up and worship. And Did you bring the flint to make a fire? We have wood. But where's the lamb for a burnt offering? God will provide the lamb. പടയാളികൾ ഈശോയെ ബന്ധിച്ചതുപോലെ സ്വയം ബലിയർപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. സ്വയം ബലിയായി വിട്ടുകൊടുത്ത ഈശോയെ പോലെ ഇസഹാക്ക് ബലി ബന്ധിക്കാനായിട്ട് സ്വയം വിട്ടുകൊടുക്കുകയാണ്. നോക്ക്, ഒരപ്പൻ്റെ ഹൃദയഭാവമാണ്, ഹൃദയത്തിൻ്റെ വേദനയാണ് ഈ കാണുക. എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം ഇടപെടാൻ പ്രിയപ്പെട്ടവരെ നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൻ്റെ തകർന്ന അവസ്ഥകളിൽ മകനെ ബലിയർപ്പിക്കാനായിട്ട് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അവസാന നിമിഷങ്ങൾ വരെ ദൈവത്തിൻ്റെ വെളിപാട് മനസ്സിലാക്കുക, പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്നവരാണ് തിരിച്ചറിയുക. ദൈവം തന്റെ ദാസന് തന്റെ വിശുദ്ധ മലയിൽ യാതൊന്നിനും കുറവ് വരുത്തത്തില്ല. പ്രിയപ്പെട്ടവരെ നോക്ക്, ഹൃദയഭേദകമായ ഒരു രംഗമാണിത്. അവസാന നിമിഷം തക്ക സമയത്ത് ദൈവം ഇടപെടുകയാണ്. നോക്കണേ, നിന്റെ ജീവിതത്തിന്റെ തക്ക സമയത്ത് ദൈവം ഇടപെടുക. Give me the strength to do what I must. Abraham, do not harm your child. You've not withheld your son. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ദാസന് തൻ്റെ വിശുദ്ധ മലയിൽ യാതൊന്നിനും കുറവ് വരുത്തില്ല. തക്ക സമയത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക സമയത്ത് ദൈവം ഇടപെടും. അവസാന നിമിഷം വരെ നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവം തരും, ദൈവം തരുമെന്ന് വിശ്വസിക്കാൻ തക്കവിധം. അതുകൊണ്ടാണ് സങ്കീർത്തനം 71:14 ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാം തകരുമ്പോൾ 71:14 വചനം എന്നെ നയിച്ച ഒരു വചനം കൂടിയാണ്. എൻ്റെ ഈ സഹോദരൻ്റെ രോഗപ്രതിസന്ധിയിൽ എന്നെ പ്രത്യാശയോടെ നിർത്തിയ വചനം കൂടിയാണ് സങ്കീർത്തനം 71:14. ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഞാൻ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ പ്രത്യാശയോടെ കാത്തിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്നതിൻ്റെ തെളിവാണിത്. സങ്കീർത്തനം 71:14 ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഞാൻ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സമാധാനത്തെക്കുറിച്ചാണ് കണ്ടത്. ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു പിറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഭൂമിയിൽ പിറന്നു വീണപ്പോഴും ഈ ലോകം വിട്ടു പോകുമ്പോഴും നമുക്ക് തരാനുള്ളത് ഇതാണ്: എൻ്റെ മക്കളെ, നിങ്ങൾ സമാധാനമായിരിക്കുവിൻ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകം തരുന്നത് പോലെ അല്ല സമാധാനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഈ വചനം കർത്താവ് നമുക്ക് തരിക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട,
ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടു, കാരാഗൃഹത്തിലൂടെ കടന്നുപോയപ്പോഴും, ചെങ്കടൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും, മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവം തക്ക സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഇടപെടും. എപ്പോൾ? 71:14 നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ, ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. വിശ്വാസമുള്ളവർ കരം ഉയർത്തി ഇപ്പം തന്നെ സംഭവിക്കാൻ ആഗ്രഹിച്ച് പറഞ്ഞേ, ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും. പറഞ്ഞേ, ഞാൻ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടി, ഞാൻ പ്രത്യാശയുള്ളവനായിരിക്കും, ഞാൻ കർത്താവിനെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. 2 കരങ്ങൾ ഉയർത്തി അത് സ്വീകരിച്ച്, ആ വചനം സ്വീകരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. തകർച്ചകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മക്കൾ, രോഗപ്രതിസന്ധിയിൽ കടന്നു വന്ന മക്കൾ, സാമ്പത്തികമായി കടന്നു വന്ന തകർച്ചയിൽ വന്നിരിക്കുന്ന മക്കള്, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് വേദനയാൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കള്, ഓരോ മക്കളുടെ ഹൃദയങ്ങളെ കർത്താവ് ദൈവം തക്ക സമയത്ത് ഇടപെടും. പ്രിയപ്പെട്ടവരെ, ദൈവം തരുമെന്ന് വിശ്വസിക്കാൻ തക്കവിധം അബ്രാഹാം തന്റെ മകനിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുവെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിക്കട്ടെ. ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, എൻ്റെ മനസ്സിൻ്റെ മുറിവുകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഓരോ മക്കളെ കർത്താവ് തൊടട്ടെ. എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ, ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകില്ല. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം കർത്താവേ ഞാനിതാ സമർപ്പിക്കുന്നു, ഏറ്റെടുക്കണമേ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കട്ടെ, കാഴ്ചയായി അർപ്പിക്കുന്നു. മനസ്സൊരു ഹൃദയം ബലിപീഠമാക്കി ഒരുക്കാൻ പ്രിയപ്പെട്ടവരെ നാഥാ സമർപ്പിക്കട്ടെ. സമർപ്പിക്കുന്നു, ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും കർത്താവിന് കൊടുത്തേ. എന്നെ സമർപ്പിക്കുന്നു, അബ്രാഹാം ഹൃദയമാകുന്ന ബലിപീഠം ഒരുക്കിയതുപോലെ പ്രാർത്ഥിക്കട്ടെ. പൂർണ്ണമായി അർപ്പിക്കുന്നു, സമർപ്പിക്കട്ടെ, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ ഭാരങ്ങൾ കർത്താവിന് കൊടുത്തുകൊണ്ട് എന്നെ നീ കൈക്കൊള്ളണമേ, പൂർണ്ണമായിട്ട് കൈക്കൊള്ളണമേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളും കർത്താവിന് കൊടുക്കട്ടെ. നമ്മെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും കർത്താവിന് കൊടുക്കട്ടെ. നിരാശയുടെ അനുഭവങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കട്ടെ. ജീവിതത്തിലെല്ലാം തകർന്നു എന്ന് വിചാരിക്കുന്ന മക്കൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് വിട്ടു